എല്ലാവർക്കും നമസ്കാരം. JK ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മഹത് വ്യക്തിത്വം ആരാണെന്ന് വെച്ചാൽ ശ്രീ സുബ്രഹ്മണ്യ ഭാരതി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച തമിഴ് കവി എന്ന് വാഴ്ത്തപ്പെട്ട അദ്ദേഹം തഞ്ചാവൂരിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസവും അദ്ദേഹം തഞ്ചാവൂരിൽ തന്നെ പൂർത്തിയാക്കി. ഹിന്ദിയും സംസ്കൃതവും പഠിച്ചതിനു ശേഷം അദ്ദേഹം രാജസദസ്സിലെ പ്രധാന വിദ്വാനായി തീർന്നു. സ്വാതന്ത്ര്യ സമരം ഭാരതീയെ സ്വാധീനിച്ചതിലൂടെ അദ്ദേഹം ഒരു ഊർജ്ജസ്വലനായ ഒരു പത്രപ്രവർത്തകനായി മാറി. ഇന്ത്യ എന്ന വാരികയിലൂടെ ഗവൺമെന്റിനെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും വാരിക നിരോധിക്കുകയും ചെയ്തു. കുറച്ചുകാലം അദ്ദേഹം പുതുശ്ശേരിയിൽ സാഹിത്യ പ്രവർത്തനവുമായി കഴിഞ്ഞു. തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് തൊട്ടുകൂടായ്മയ്ക്കും അത്തരത്തിലുള്ള സാമൂഹ്യ അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം പോരാടി. ഇംഗ്ലീഷ് റൊമാന്റിക് കവിതകളുടെ സ്വാധീനത്താൽ തന്റെ കവിതകളിൽ സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഇതിവൃത്തമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പോണ്ടിച്ചേരിയിലെത്തിയ ഈ മഹാകവി ശ്രീ അരവിന്ദ ഘോഷിന്റെ സ്വാധീനത്താൽ രാജ്യസ്നേഹപരമായ കവിതകളിൽ നിന്ന് ആത്മീയപരമായ കവിതകളിലേക്ക് തിരിഞ്ഞു. കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, നിരവധി സ്വാതന്ത്ര്യ ഗാനങ്ങൾ ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ചിന്നശങ്കരൻ കഥ അപൂർണമായ ആത്മകഥയാണ്. ഇനിയും ഇതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.